നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ തേർഡ് സെഗ്മെൻ്റാണ് ഇൻ്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ്. ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് റേസ്ഡ് ത്രൂ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. സാധാരണ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആ കമ്പനി സ്വരൂപിക്കുന്നത് പബ്ലിക്കിന് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. ഇൻ കേസ് ഓഫ് എ മൾട്ടിനാഷണൽ കമ്പനി, so the multinational company raise equity share capital from different countries by issuing shares in those countries. ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അക്രോസ് ദ വേൾഡ് ആണ് അല്ലേ. രാജ്യത്ത് വ്യാപകമായിട്ടുണ്ടാവും, വ്യത്യസ്ത രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആ കമ്പനി സ്വരൂപിക്കുന്നത് അതാത് രാജ്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആ കമ്പനി ഏത് രാജ്യത്താണോ പ്രവർത്തിക്കുന്നത് അതാത് രാജ്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ ഇൻ്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ് എന്നറിയപ്പെടും. ഇതാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ തേർഡ് സെഗ്മെൻറ്റ്. ദെൻ ഫോർത്ത് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ടിൻ്റെ മാർക്കറ്റാണ് അല്ലേ. മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഷോർട്ട് ടൈം ഫണ്ട്സ്. ഷോർട്ട് ടൈം ഫണ്ട്സ് ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് എന്തെന്ന് പറയുന്നത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ബാങ്ക്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ വേൾഡ് ആർ ദ മേജർ സപ്ലയേഴ്സ് ഓഫ് ഫണ്ട്സ് ഇൻ ദിസ് മാർക്കറ്റ്. മണി മാർക്കറ്റിനകത്ത് പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് അതല്ലെങ്കിൽ ഇടപാടുകൾ നടത്തുന്ന ആളുകളെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബാങ്കുകളും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുമാണ്. IMF പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും വേൾഡ് ബാങ്ക് പോലുള്ള ഇൻ്റർനാഷണൽ ബാങ്കുകളുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനകത്ത് പ്രധാനപ്പെട്ട മേജർ സപ്ലയേഴ്സ് ഓഫ് ഫണ്ട്. Multinational companies and government in different countries are the major users of this fund. ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട യൂസേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനികളും വ്യത്യസ്ത രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളുമാണ്. വ്യത്യസ്ത രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും വലിയ പ്രോജക്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രൈസിസ് നേരിടുന്ന സമയത്ത് അത്തരത്തിലുള്ള സമയങ്ങളിൽ എന്തു വേണ്ടി വരും, ആവശ്യമായിട്ടുള്ള പണം വേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ക്രൈസിസ് നേരിടുമ്പോൾ അത് നേരിടുന്നതിന് വേണ്ടി ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെയും സമീപിക്കും. ഓക്കെ, വേൾഡ് ബാങ്ക് പോലുള്ള IMF പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും ബാങ്കുകളെയൊക്കെ സമീപിക്കും. അപ്പം മൾട്ടിനാഷണൽ കമ്പനികളും ഗവൺമെൻറ്റുമാണ് എന്തിൻ്റെ പ്രധാനപ്പെട്ട യൂസേഴ്സ് എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട യൂസേഴ്സ്. ഓക്കെ, സപ്ലയേഴ്സോ ഇൻ്റർനാഷണൽ തരത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുമാണ്. ഇതാണ് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ദെൻ ലാസ്റ്റ് ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റാണ്. മൾട്ടിനാഷണൽ കമ്പനീസ് ക്യാൻ ഒബ്റ്റെയിൻ ഷോർട്ട് ടൈം ഫണ്ട്സ് ഇൻ ഫോറിൻ കറൻസീസ് ഫ്രം ദ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ആൻഡ് ക്യാൻ ആൾസോ ഒബ്റ്റെയിൻ ലോങ് ടൈം ഫണ്ട്സ് ഇൻ ദ ഫോറിൻ കറൻസീസ് ഫ്രം ദ ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ്. മൾട്ടിനാഷണൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടൈം ഫണ്ട്സ് അവർ സ്വരൂപിക്കുന്നത് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിലൂടെയാണ്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിലെ പാർട്ടിൽ പറഞ്ഞു. ഓക്കെ, ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഫണ്ട്സിൻ്റെ ട്രാൻസ്ഫറിങ് നടത്തുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടൈം ഫണ്ട് കളക്ട് ചെയ്യുന്നതിനുള്ള മാർഗ്ഗമാണ് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ്. ഓക്കെ, ദെൻ ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റുമാണ്. സെക്കൻഡ് സെഗ്മെൻ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഷോർട്ട് ടൈം ഫണ്ട് സ്വരൂപിക്കുന്നതിന് മണി മാർക്കറ്റിൽ നിന്നും ലോങ് ടേം ഫണ്ട് സ്വരൂപിക്കുന്നത് ബോണ്ട് മാർക്കറ്റിൽ നിന്നുമാണ്. എന്നാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള മീഡിയം ടേം ഫണ്ട് സ്വരൂപിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റ്. നോക്കാം. ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റ്
ഈസ് എ മാർക്കറ്റ് മൾട്ടിനാഷണൽ കമ്പനീസ് ഒബ്റ്റെയിൻ മീഡിയം ടേം ഫണ്ട്സ് ഇൻ ഫോറിൻ കറൻസീസ്. ഫോറിൻ കറൻസീസിൻ്റെ മീഡിയം ടേം ഫണ്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് മൾട്ടിനാഷണൽ കമ്പനികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് പ്ലേസ് ആണ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞിട്ടുള്ളത് 2 കാര്യമാണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ വേൾഡ് വൈഡ് മാർക്കറ്റ് പ്ലേസ് ഇൻ വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ട്രേഡ് ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റ്സ് ഡീൽ ചെയ്യുന്ന വേൾഡ് വൈഡ് മാർക്കറ്റ് പ്ലേസിനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയപ്പെടുന്നു. അതിനകത്ത് അതിൻ്റെ 5 സെഗ്മെൻറ്റ്സ്: ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ്, ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റ്. ഓക്കെ, ക്രെഡിറ്റ് മാർക്കറ്റ് മീഡിയം ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ് ലോങ് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇക്വിറ്റി മാർക്കറ്റോ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് അതാത് രാജ്യങ്ങളിൽ നിന്ന് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് മൾട്ടിനാഷണൽ കമ്പനീസ് ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്ന മാർക്കറ്റാണ് ഇക്വിറ്റി മാർക്കറ്റ്. ഓക്കെ, ഫോറിൻ കറൻസീസ് പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നും പറയുന്നത്. ഓക്കെ, താങ്ക് യു.